നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, അതുപോലെ തന്നെ താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം തുടർച്ചയായി കണ്ടുവരുന്നുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽ ഇടയ്ക്കിടെ പെടുന്ന ഒരു മാജിക്കൽ നമ്പറുകളുണ്ട്. ചിലർക്ക് അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ എന്താണ് എന്നറിയില്ല. ഏഞ്ചൽ നമ്പറുകൾ എന്ന് പറയും. അത് എന്താണ് എന്ന് പലർക്കും പല സന്ദർഭങ്ങളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ചിലർ ഇടയ്ക്കിടെ 1111 എന്നുള്ള നമ്പർ കാണാറുണ്ട്, ചിലർ 1010 എന്നുള്ള നമ്പർ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും. അതിൽ നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുമോ ഇല്ലയോ എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് പല വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് കാലമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇതുവരെയും എനിക്ക് ആ കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നില്ല, അതിൻ്റെ ഒരു സൂചന പോലും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിഷമങ്ങൾ ഈ പ്രപഞ്ചശക്തിയും കൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ചുറ്റും ഒരുപാട് ഏഞ്ചലുകളുണ്ട്, മാലാഖമാരുണ്ട്. ഈ മാലാഖമാർ നമ്മൾ ഏതൊരു കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് പറയുന്നത് എങ്കിലും തദാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം, നമ്മുടെ പ്രവൃത്തികളും പോസിറ്റീവ് നിറഞ്ഞ ഒരു കാര്യമായിരിക്കണം എന്നെല്ലാം പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിറവേറി കിട്ടുമോ ഇല്ലയോ എന്ന് ഈ പ്രപഞ്ചം പല രീതികളിലൂടെ നമുക്ക് അതിൻ്റെ സൂചനകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പക്ഷെ അതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഓരോ നമ്പറുകൾ അല്ലെങ്കിൽ ഓരോ സമയങ്ങൾ കാണുമ്പോൾ എന്തെല്ലാമാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം 10:10 എന്നുള്ളത്. അതായത് നമ്മുടെ വാച്ചിൽ നമ്മൾ ഇടയ്ക്ക് നോക്കുന്ന സമയത്ത് 10:10 സമയം. അതല്ല, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഈ 10:10 എന്നുള്ള സമയം കാണുവാനിടയായി അല്ലെങ്കിൽ ഈ നമ്പറുകൾ തുടർച്ചയായി കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോകുന്ന സൂചന എന്തെന്നാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പരിപൂർണമായും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്മയിലേക്കാണ് പോകുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചനയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ 10:10 എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, നമ്മളോടൊപ്പം ഭഗവാനുണ്ട് എന്നുള്ള കാര്യം. അത് നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിലും ആ ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, അത് പ്രപഞ്ചമായിക്കോട്ടെ ദൈവങ്ങളായിക്കോട്ടെ, ആ ശക്തിയുടെ അനുഗ്രഹം നമുക്ക് പരിപൂർണമായും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായി കാണുവാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇടയ്ക്കിടെ കാണുന്ന ഒന്നാണ് 11:11 എന്നുള്ളത്. നമ്മൾ സമയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റുകളായിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ ഏതെങ്കിലും ഒരു രീതിയിൽ 111 എന്നുള്ളത് 111 അല്ലെങ്കിൽ 1111 അതെല്ലാം നമ്മൾ ഇടയ്ക്കിടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എടുത്ത തീരുമാനം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മനസ്സിലോർത്തുകൊണ്ട്, തൊഴിലാണെങ്കിലും ശരി, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, ജീവിതത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി, നിങ്ങൾ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ആ പാത നേർവഴിയിലേക്കുള്ളതാണ്. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു പാതയാണ് നമുക്ക് മുന്നിലൂടെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി ഈ പ്രപഞ്ചം നമുക്ക് കാണിക്കുന്ന ഒരു സൂചനയാണ് 1111 അല്ലെങ്കിൽ 111 എന്നുള്ളത്. ഇനി 1212 അല്ലെങ്കിൽ 1212 എന്നുള്ള നമ്പർ പ്ലേറ്റുകൾ അല്ലെങ്കിൽ 1212 നമ്മൾ വാച്ചിൽ പെട്ടെന്ന് സമയം നോക്കുക. അത് രാത്രിയിലാണെങ്കിലും ഉച്ച സമയത്താണെങ്കിലും നമ്മൾ ഇടയ്ക്കിടെ ഈ സമയം നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചം തരുന്ന ഒരു സൂചന എന്തെന്നാൽ, നമ്മുടെ ചുറ്റും പോസിറ്റിവിറ്റി നിറഞ്ഞ ഒന്നാണ്. നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം പോസിറ്റീവ് നിറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പോസിറ്റിവിറ്റി നിറഞ്ഞ കാര്യത്തോടാണ് ഈ പ്രപഞ്ചത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമെല്ലാം പോസിറ്റിവിറ്റി നിറഞ്ഞതാണ്, നന്മകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ 111 എന്ന് ഒരുമിച്ചല്ലാതെ 1:11 എന്നുള്ള സമയം ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ
നമ്മൾ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നാണ് ഈ പ്രപഞ്ചം നമുക്കൊരു സൂചനയായിട്ട് തരുന്നത്. ഇനി നമ്മൾ അതിരാവിലെ ആണെങ്കിലും അല്ല ഉച്ച സമയത്താണെങ്കിലും 2:22 എന്നുള്ള സമയം അപ്രതീക്ഷിതമായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 2:22 ഇടയ്ക്കിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളെ തേടി ഉടൻ വന്നെത്തിച്ചേരുമെന്ന് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു അതിശക്തമായ സൂചനയാണ് ഈ 2:22 എന്നുള്ള ഈ ഒരു നമ്പറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി 2:22 കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായ തുക ഉടൻ തന്നെ, ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, ഉടൻ തന്നെ നമ്മളിലേക്ക് തേടിയെത്തുമെന്നുള്ളത്. ഇനി നമ്മൾ 3:33, അധികം പേരും ഒരുപാട് തവണ കാണുന്ന ഒരു നമ്പറാണ് 333 എന്നുള്ള നമ്പർ. വണ്ടി നമ്പർ പ്ലേറ്റുകളിൽ ഒരുപാട് ഉണ്ടാവുന്നത് 333 എന്നുള്ള നമ്പറാണ്. ഇതൊരു ലക്കി നമ്പറാണ്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. ഈ നമ്പർ നമ്മൾ ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ദീർഘയാത്ര പോകുവാനുള്ള സമയമായി. നമ്മൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച ആ യാത്ര, അത് ദൂരെയാണെങ്കിലും ശരി, അല്ല അടുത്തെവിടെയെങ്കിലും ആണെങ്കിലും, ഒരുപാട് കാലമായി പോകുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും ആ സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കോളൂ, അതിനുള്ള സമയമായി എന്ന് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. ഇനി നമ്മൾ കൂടുതലായിട്ടും വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു സമയമാണ്. മൊബൈൽ ഫോണുകളിൽ സമയം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റുകൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇനി മാർക്കുകൾ, ഇപ്പോഴെല്ലാം കുട്ടികൾക്ക് റിസൾട്ട് വന്നിരിക്കുകയാണ്, അവരുടെ മാർക്കുകൾ പോലും 444 എന്നാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും ഉണ്ട് എന്നുള്ള കാര്യം. നമുക്ക് എപ്പോഴും ദൈവശക്തിയുടെയും പ്രപഞ്ചശക്തിയുടെയും അനുഗ്രഹത്തോടൊപ്പം തന്നെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് വരാത്ത ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയുള്ളൂ. അതിനാൽ തന്നെ അങ്ങനെ ഉള്ള ആ ഒരു സൂചനയാണ് ഈ പ്രപഞ്ചം നമുക്ക് തരുന്നത്. നമ്മുടെ മരിച്ചു പോയവരുടെ അനുഗ്രഹം മുഖാന്തരം നമ്മുടെ ജീവിതം ഇനി സന്തോഷകരമായിരിക്കും എന്നുള്ള ആ ഒരു സൂചന. അപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിലെല്ലാം ഇങ്ങനെ നമ്പർ കാണുമ്പോൾ എന്താണ് എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഇതാണ് അതിൻ്റെ സൂചന എന്ന്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പുലർച്ചെ നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് പെട്ടെന്ന് സമയം നോക്കുമ്പോൾ 5:55, അല്ലെങ്കിൽ വൈകുന്നേരം 5:55, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വാഹനങ്ങളിൽ കാണുന്നത് 555 എന്നെല്ലാം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എന്ത് സൂചനയാണ് നൽകുന്നത് എന്നാണ് ഇപ്പോൾ കാണുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നന്മയുടെ വഴിയിലുള്ള ഒരു മാറ്റമാണ്. നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനുള്ള സമയമായി എന്നുള്ള ഒരു സൂചന കൂടിയാണ് 5:55 എന്നുള്ളത്. ഇടയ്ക്കിടെ കാണുന്നത് മുഖാന്തരം നമുക്ക് ഈ പ്രപഞ്ചം നൽകുന്ന ഒരു സൂചനയായിട്ട് കരുതപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ചിലർ ചോദിക്കും, മാഡം 666 ഇടയ്ക്ക് കാണുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, 666 എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവിക ശക്തിയിൽ വിശ്വസിക്കുന്നില്ല, കുറച്ചും കൂടി അതിലൊരു ശ്രദ്ധ കൊടുക്കണമെന്നും, അതുപോലെ തന്നെ 777 എന്നുള്ളത് കാണുകയാണെങ്കിൽ നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ ഫലം ഉടനെ തന്നെ തേടി വരും. നമ്മൾ ഒരുപാട് കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതൊരു കാര്യങ്ങളും വിജയം നേടുവാനായിട്ട്. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, അവർക്ക് വളരെയധികം കഠിനാധ്വാനിയാണ് എന്നിരിക്കെ അവർക്ക് അനുകൂലമായ ഒരു പ്രതിഫലം അവരെ തേടിയെത്തുന്നതാണ് ഈ 777 എന്നുള്ള സംഖ്യ നമ്മൾ ഇടയ്ക്കിടെ കാണുന്നത് മുഖാന്തരം ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു സൂചനയായിട്ട് എടുക്കാവുന്നത്. ഇനി എല്ലാവർക്കും അറിയുന്നതും ഇൻഫിനിറ്റി സിമ്പൽ എന്നറിയുന്നതുമായ ഒരു സിമ്പലാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് 888. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതി ഉയരുവാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഈ 888 എന്നുള്ള സംഖ്യ നമ്മൾ ഇടയ്ക്കിടെ കാണുകയാണ്. അത് ഏത് വിധേനയും നമ്മൾ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ കാണുന്ന ഒരു നമ്പറാണ് 888 എന്നുള്ള നമ്പരെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുവാൻ പോകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമ്മൾ 999 ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചനയാണ്, നമ്മൾ ഒരുപാട് കാലം
കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ പ്രശ്നം പരിപൂർണമായും നമ്മളെ വിട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ധൈര്യമായി ഇരിക്കുക എന്നാണ് ഈ പ്രപഞ്ചശക്തി നമുക്ക് തരുന്ന ഒരു സൂചന. അപ്പോൾ നമ്മൾ 10 മുതൽക്ക് 999 വരെയുള്ള സംഖ്യയുടെ പ്രധാനപ്പെട്ട സൂചനകൾ, ഈ പ്രപഞ്ചം എന്തെല്ലാമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. നിങ്ങളെല്ലാവർക്കും ഇനിയെങ്കിലും ഇതുപോലുള്ള നമ്പറുകൾ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും. അത് മുഖാന്തരം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.